ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 3 ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ്റെ പാർട്ട് 2 ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു എക്സ്പീരിമെൻ്റ് നമുക്ക് നോക്കാം. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു എക്സ്പീരിമെൻ്റ് നമ്മൾ ചെയ്യാണ്. ഒരു ട്രഫിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതിലൊരു പ്ലെയിൻ മിറർ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ലൈറ്റ് വന്ന് വീണ് ഇതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ക്രീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മളിതിവിടെ കൊണ്ടുവരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞത് സൺലൈറ്റ് ആണ്. അപ്പോൾ സൺലൈറ്റ് ഇവിടെ വന്ന് ഈ പ്ലെയിൻ മിററിൽ തട്ടി ഇതിവിടെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 7 കളേഴ്സ് കാണാൻ പറ്റും. അതായത് റെയിൻബോ പോലെ 7 കളേഴ്സ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ സൺലൈറ്റ് എന്ന് പറഞ്ഞത് അതിൽ എത്ര കളേഴ്സ് ഉണ്ട്? 7 കളേഴ്സ് ഉണ്ട്. അപ്പോൾ അത്തരം ഒരു ലൈറ്റിൽ തന്നെ പലതരം കളേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് കമ്പോസിറ്റ് ലൈറ്റ്. അപ്പോൾ ലൈറ്റ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഈസ് എ കോമ്പോസിറ്റ് ലൈറ്റ്. അതായത് ഒരു ലൈറ്റിൽ പല കളേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് ലൈറ്റ്. ഇനി ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പോസിറ്റ് ലൈറ്റിനെ അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സാക്കി സ്പ്ലിറ്റ് ആവാം. ഇപ്പോൾ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ സമന്വിത പ്രകാശം. അപ്പോൾ അതിലുള്ള പല ലൈറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ തന്നെ കമ്പോണൻറ്റ് കളേഴ്സ് ആക്കണേനെ നമ്മൾ വിളിക്കുന്ന ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റിന് എക്സാമ്പിളാണ് ലൈറ്റ് ഫ്രം എ കാൻഡിൽ ഫ്ലെയിം. മെഴുകുതിരി നാളത്തിലെ വെളിച്ചങ്ങൾ, അതിൽ ഒരു കളറല്ല പല കളേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻകാൻഡസൻ ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, LED ബൾബ്, ഇതൊക്കെ കോമ്പോസിറ്റ് ലൈറ്റിന് എക്സാമ്പിളാണ്. ഇനി കോമ്പോസിറ്റ് ലൈറ്റിന് എക്സാമ്പിൾ അല്ലാത്ത 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, ലൈറ്റ് ഫ്രം എ സോഡിയം വേപ്പർ ലാമ്പ്. ഈ സോഡിയം വേപ്പർ ലാമ്പിൽ ഒറ്റ കളർ ഉണ്ടാവുള്ളൂ. ഏതാണ് ആ കളറ്? യെല്ലോ. പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടാ. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് വരുന്ന ഒറ്റ കളറാണ് യെല്ലോ. അതൊരു കോമ്പോസിറ്റ് ലൈറ്റ് അല്ല. ഇനി നിയോൺ ലാമ്പിൽ നിന്ന് വരുന്ന കളർ ഏതാണ്? ഓറഞ്ച് ആണ്. അപ്പോൾ അതൊരു കോമ്പോസിറ്റ് ലൈറ്റ് അല്ല. അപ്പോൾ കോമ്പോസിറ്റ് ലൈറ്റ് കാൻഡിൽ ഫ്ലെയിം ആയാലും സൺലൈറ്റ് ആയാലും ഇതൊക്കെ കോമ്പോസിറ്റ് ലൈറ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഈസ് ദ റെയിൻബോ സീൻ ഇൻ ദ സ്കൈ ഫോംഡ് ബൈ ഡിസ്പേർഷൻ? ഈ റെയിൻബോ എന്ന് പറഞ്ഞത് ഡിസ്പേർഷൻ വഴിയാണ് ഫോം ചെയ്യുന്നത്. അതെ, ഡിസ്പേർഷൻ വഴിയാണ്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമ്പോസിറ്റ് ലൈറ്റിനെ അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സാക്കി സ്പ്ലിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ. അപ്പോൾ റെയിൻബോ ഫോം ചെയ്യുന്നത് ഡിസ്പേർഷൻ വഴിയാണ്. ഇവിടുത്തെ ആൻസർ യെസ് എന്നാണ്. ഇനി റെയിൻബോനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യലി ഒരു റെയിൻബോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ പെൺകുട്ടിയുടെ പോലെ, അതായത് ഈ പെൺകുട്ടിയുടെ ബാക്കിലാണ് സൂര്യൻ. ഇനി ഈ കുട്ടി ഇവിടെ ഈ ഒരു ഹോസ് വെച്ചിട്ട് ഇത് വാട്ടർ ഡ്രോപ്ലെറ്റ് സ്പ്രേ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പലതരം കളേഴ്സ് കാണാൻ പറ്റും. എന്നാൽ സൂര്യന് അഭിമുഖമായിട്ട് ഇവിടെ ഈ കുട്ടി സൂര്യന് അഭിമുഖമായിട്ടാണ് നിന്ന് ഈ ഒരു വാട്ടർ സ്പ്രേ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ റെയിൻബോ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ റെയിൻബോ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണ് നോക്കിയേ. എ റെയിൻബോ ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സൺ. സണ്ണിന് ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും റെയിൻബോ ഫോം ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് റെയിൻബോ ഫോം ചെയ്യുന്നത് സണ്ണിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കിലാണ്. അപ്പോൾ റെയിൻബോ ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? വെസ്റ്റിലായിരിക്കും. അതായത് നേരെ ഓപ്പോസിറ്റുള്ള വെസ്റ്റിലായിരിക്കും റെയിൻബോ കാണാൻ പറ്റുന്നത്. ഇനി ഈവനിങ്ങിലാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് വെസ്റ്റിലാണ്. അപ്പോൾ അവിടെ ഈവനിങ്ങിൽ റെയിൻബോ നമുക്ക് കാണണമെങ്കിൽ എവിടേക്ക് നോക്കണം? കിഴക്കിലേക്ക് നോക്കണം, അഥവാ ഈസ്റ്റിലേക്ക് നോക്കണം. അപ്പോൾ ആ ഒരു കാര്യം പഠിച്ചിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി ഒരു റേ ഓഫ് സൺലൈറ്റ് പാസിങ് ത്രൂ എ വാട്ടർ ഡ്രോപ്ലെറ്റ്. ഇതാണ് വാട്ടർ ഡ്രോപ്ലെറ്റ്. ഈ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ഉള്ളിൽ കൂടെ സൺലൈറ്റ് പാസ് ചെയ്യാണ്. അവിടെ എത്ര പ്രാവശ്യം റിഫ്രാക്ഷൻ സംഭവിക്കും? നമുക്കറിയാം, അപ്പർ പാർട്ടിൽ, ഈ ഒരു പാർട്ടിൽ എവിടേക്കും ഇങ്ങോട്ട് കടക്കുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കും. അതുപോലെ തന്നെ പുറത്തേക്ക് കടക്കുമ്പോഴും റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, എത്ര പ്രാവശ്യമാണ് ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? 2 പ്രാവശ്യം. ഇനി ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ആന്തരിക പ്രതിപതനം എന്ന് പറഞ്ഞ ഒരു ഫിനോമിനും കൂടി ഈ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ഉള്ളിൽ കൂടെ സൺലൈറ്റ് പാസ് ചെയ്യുമ്പോൾ 2 റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം നന്നായി പഠിക്കുക. അതുപോലെ തന്നെ ഈ റെയിൻബോ എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ പഠിച്ചു ഡിസ്പേർഷൻ മൂലമാണ് ഫോം ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ പഠിക്കുകയാണ് 3 കാര്യങ്ങൾ കൊണ്ടാണ് ഈ റെയിൻബോ ഫോം ചെയ്യുന്നത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ ആൻഡ് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഈ 3 കാര്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ഇതിന് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരും കേട്ടോ. റെയിൻബോ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇപ്പം ഇതിലേത് കാര്യം ചോദിച്ചാലും റെയിൻബോ ഫോം ചെയ്യും. അതുപോലെ തന്നെ എത്ര പ്രാവശ്യം റിഫ്രാക്ഷൻ നടക്കുന്നു, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കണേ, അതെന്താണെന്നൊക്കെ പഠിച്ചിരിക്കുക.
ഓക്കെ, നമ്മൾ ഈ റെയിൻബോന്റെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ഇതിന്റെ ഈ റെയിൻബോന്റെ ഔട്ടർ മോസ്റ്റ് കളർ ഏതാണ്? അതായത് ഏറ്റവും പുറത്ത് കാണുന്നത് റെഡ് ആണ് കേട്ടോ, ഉള്ളിലാണ് വയലറ്റ് കാണുന്നത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് കളർ ഓഫ് ദ റെയിൻബോ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? റെഡ് ആണ്. സോ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പോൾ റെഡ് ആണ് അവസാനം കാണുന്നത്, ഇതിന്റെ ഉള്ളിൽ കാണുന്നതാണ് വയലറ്റ്. ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീകോമ്പിനേഷൻ ഓഫ് ദ കളേഴ്സ് ഓഫ് ദ ലൈറ്റ്. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു നാരോ പാത്തിക്കൂടെ സൺലൈറ്റ് കടത്തിവിടാണ്. നമ്മൾ ഈ ഒരു പ്രിസം, ഈ ഫസ്റ്റത്തെ പ്രിസത്തിൽ നിന്ന് നമുക്കറിയാം ഫസ്റ്റത്തെ ആ ആരോ പോണ്ട് ഏതാണ്? റെഡാണ്. അടിയിലത്തെ ലൈൻ പോണ്ട് വയലറ്റ് ആണ്. ബാക്കിയുള്ള കളേഴ്സൊക്കെ അതിൻ്റെ ഇടയിലായിരിക്കും. എന്നിട്ട് ഈ ഒരു പ്രിസത്തെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഒരു സ്ക്രീൻ വെക്കുമ്പോൾ നമുക്ക് ആ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് കാണാൻ പറ്റും. എന്നാൽ രണ്ടാമത്തെ ഒരു പ്രിസം ഐഡൻറ്റിക്കലായിട്ട് നമ്മൾ ബേസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഈ കടന്നു പോകുന്ന ലൈറ്റ് റേ, ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് റെഡാണ്. ഈ റെഡ് ദേ ഇങ്ങനെ കടന്നുപോയി. വയലറ്റ് എന്ന് പറയുന്നത് ദേ രണ്ടാമത്തെ റേ ആണ്, അതും കടന്നുപോയി ഡീവിയേഷന് വിധേയമായി. അത് കൂടിച്ചേർന്നു, ഈ ലൈറ്റ് ഒക്കെ കൂടിച്ചേർന്നിട്ടാണ് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കിട്ടുന്നത്. ഈ ലൈറ്റ് കൂടിച്ചേരുമ്പോൾ അതൊരു സമന്വിത പ്രകാശമായിട്ട് മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ക്രീനിൽ ഏത് ലൈറ്റ് ആയിരിക്കും കിട്ടുക? വൈറ്റ് ലൈറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ലൈറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഓൺ ദ വോൾ? ഈ വോളിൽ കിട്ടുന്ന ലൈറ്റ് ഏതായിരിക്കും? അത് വൈറ്റ് ലൈറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ മെയിനായിട്ട് ഇത് എങ്ങനെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നോക്കിയേ. ദേ ഫസ്റ്റ് റേ എന്ന് പറയുന്നത് റെഡ് ആണ്, രണ്ടാമത്തെ റേ എന്ന് പറയുന്നത് വയലറ്റ് ആണ്. ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ ഇതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രിസത്തിൽ ഇത് സ്പ്ലിറ്റ് ചെയ്തു, രണ്ടാമത്തെ പ്രിസത്തിൽ ഡീവിയേറ്റ് ചെയ്ത് ഇത് എല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് ജോയിൻ ചെയ്തു. പിന്നെ ആ സമന്വിത പ്രകാശം എന്ന് പറഞ്ഞത് ഏതാണ്? അതായത് വൈറ്റ് ലൈറ്റ് ആണ്. ഇവിടെ വരുന്ന വൈറ്റ് ലൈറ്റ് ആണ്, ഒറ്റ ലൈറ്റ് ആണ് ഇവിടെ സ്പ്ലിറ്റ് ആവുന്നത്. അപ്പൊ ഈ ഒരു എല്ലാ ലൈറ്റും ഇവിടെ ചെന്ന് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് പിന്നെ വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ വോളിൽ കിട്ടുന്ന ആ പ്രകാശം ഏതായിരിക്കും? വൈറ്റ് ലൈറ്റ് ആയിരിക്കും. കണ്ട, ദ റേ ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഫ്രം ദ ഫസ്റ്റ് പ്രിസം അണ്ടർഗോ ഡീവിയേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബൈ ദ സെക്കൻഡ് പ്രിസം. ഫസ്റ്റ് പ്രിസത്തിൽ നമ്മൾ കുറെ കളേഴ്സ് കണ്ടു, എന്നാൽ രണ്ടാമത്തെ പ്രിസത്തിലോട്ട് കടക്കുമ്പോൾ ഇവിടെ ഡീവിയേഷൻ സംഭവിച്ച് ഇതെല്ലാം കൂടിച്ചേരാണ്. അപ്പോൾ ദിസ് റിസൾട്ട് ഇൻ ദ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ടു പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ്. ഈ കളേഴ്സ് ഒക്കെ റീകമ്പൈൻ ചെയ്തു എന്ത് കിട്ടാൻ വേണ്ടി? വൈറ്റ് ലൈറ്റ് കിട്ടാൻ വേണ്ടി. ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? അതായത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ നന്നായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഓർഡർലി ഡിസ്ട്രിബ്യൂഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രം. ഇനി വി ഫീൽ ഹോട്ട് വെൻ സൺലൈറ്റ് ഫോൾസ് ഓൺ അവർ ബോഡി. നമ്മുടെ മേത്ത് സൂര്യപ്രകാശം തട്ടുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. സൺലൈറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ശരിക്കും ആവശ്യമായ ഒരു കാര്യമാണ് സൺലൈറ്റ്. എന്നാൽ ഇത് എക്സസീവ് എക്സ്പോഷർ ആയാലോ, നമ്മുടെ ബോഡി കുറേ നേരം സൺലൈറ്റിന്റെ അടിയിൽ നിന്നാലോ അത് ഹാംഫുൾ ആണ്. എന്താണ് അതിന്റെ റീസൺ? സൺലൈറ്റിൽ ഉള്ളൊരു സംഭവമാണ് വിസിബിൾ ലൈറ്റ്. ഈ വിസിബിൾ ലൈറ്റിന് പുറമേ ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് റേഡിയേഷനും കൂടി ഉണ്ട് സണ്ണിന്. ദ ഇൻഫ്രാ റേഡിയേഷൻ ഇൻ ദ സൺലൈറ്റ് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദ ഹീറ്റ് ഇൻ ദ സൺറേ. നമ്മുടെ സൂര്യനിലെ ചൂടിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും, ഈ സൂര്യപ്രകാശത്തിന്റെ ചൂടിന് കാരണം ഏത് റേസ് ആണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പല പ്രാവശ്യം അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി നോക്കിയേ, ബേണിംഗ് പേപ്പർ യൂസിങ് എ ലെൻസ്. നമ്മൾ മുമ്പ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പേപ്പർ കത്തിച്ചിട്ടുണ്ട്. ദ പേപ്പർ ബേൺസ് ബിക്കോസ് ദ കൺവേർജൻസ് ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഓൺ ദ പേപ്പർ. അതായത് ഈ പേപ്പർ കത്താൻ കാരണം എന്താണ്? ആ റേഡിയേഷൻ, ഏത് റേഡിയേഷൻ ആണ് ഇവിടെ വരുന്നത്? ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ കൺവേർജൻസ് മൂലം, അതായത് ആ റേഡിയേഷന്റെ ഒത്തൊരുമിക്കുന്നത് മൂലം, അതായത് ഒരു പോയിന്റിലേക്ക് ഈ എല്ലാ ഇൻഫ്രാറെഡ് റേഡിയേഷനും കൂടി വന്ന് ചേരുന്നത് കൊണ്ടാണ് അവിടെ പേപ്പർ കത്തുന്നത്. ഇനി അൾട്രാവയലറ്റ് റേഡിയേഷൻ ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് വിറ്റാമിൻ ഡി ഇൻ അവർ ബോഡി. ആരാണ് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ബോഡിയിൽ? ഏത് റേ ആണ്? അത് അൾട്രാവയലറ്റ് റേഡിയേഷൻ ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെന്റൻസ് ആണ്. ദ സോളാർ റേഡിയേഷൻ റീച്ച് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ആഫ്റ്റർ ട്രാവലിംഗ് ആൻ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് 150 മില്യൺ കിലോമീറ്റർ ത്രൂ എയർ ആൻഡ് വാക്വം. ഈ സോളാർ റേഡിയേഷൻ എന്ന് പറഞ്ഞത് സണ്ണിൽ നിന്ന് വരുന്ന ഏത് റേഡിയേഷനും ഭൂമിയിൽ എത്തുന്നത്, എർത്ത് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് 150 മില്യൺ കിലോമീറ്റർ എയറിൽ കൂടിയും വാക്വം എന്ന് പറഞ്ഞ എയർ ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് കൂടി സഞ്ചരിച്ചിട്ടാണ്
ഇത്രയും ദൂരത്തിൽ എർത്ത് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽ ത്രൂ എയർ ഈസ് നെഗ്ലിജിബിളി സ്മോൾ കമ്പയർഡ് ടു ദാറ്റ് ഇൻ വാക്വം. വാക്വത്തെ അപേക്ഷിച്ചിട്ട് എയറിൽ ഇത് ട്രാവൽ ചെയ്യുന്നത് വളരെ കുറവായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് വാക്വത്തിൽ കൂടെയാണ് ഈ സോളാർ റേഡിയേഷൻസ് വളരെ ദൂരം സഞ്ചരിക്കുന്നത്. സോളാർ റേഡിയേഷൻ കണ്ടെയ്ൻ എന്തൊക്കെയാണ്? സോളാർ റേഡിയേഷൻ അഥവാ സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിൽ എന്തൊക്കെ റേഡിയേഷൻ ഉൾക്കൊള്ളുന്നുണ്ട്? വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻ എക്സെട്ര അങ്ങനെ പോകുന്നുണ്ട്. കുറേ റേഡിയേഷൻസ് അവിടെ ഉണ്ട്. ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. ഈ റേഡിയേഷന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണോ? ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പരീക്ഷയ്ക്ക്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യം ഇല്ല. ദേ ട്രാവൽ ത്രൂ വാക്വം അറ്റ് എ സ്പീഡ് ഓഫ്, വാക്വത്ത് കൂടിയാണ് അത് ട്രാവൽ ചെയ്യുന്നത്, 3 lakh km/s അഥവാ 3 × 10⁸ m/s. ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. സച്ച് റേഡിയേഷൻസ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ഈ വാക്വത്ത് കൂടെ ഈ റേഡിയേഷൻസ് ട്രാവൽ ചെയ്യുന്നത് എത്ര km/s ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ 3 lakh km/s അഥവാ 3 × 10⁸ m/s. ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചിരിക്കുക. ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഓർഡർലി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഈ ഒരു കാര്യം ഓർത്തിരിക്കും. പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഒരുപാട് റേഡിയേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ്. ഇതിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ലൈറ്റ് എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. ബാക്കിയൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഈ സംഭവത്തിന്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ അതിൻ്റെ വേവ് ലെങ്ത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അസെൻഡിങ് എന്ന് പറയുമ്പോൾ ചെറിയ വേവ് ലെങ്ത് തൊട്ട് വലിയ വേവ് ലെങ്ത് വരെ. അപ്പോൾ ചെറിയ വേവ് ലെങ്ത് എന്ന് പറഞ്ഞത് ഗാമ റേസിനാണ്. വേവ് ലെങ്ത് കുറവുള്ളത് ഗാമ റേസിനാണ്. ഇനി ഗാമ റേസിൽ നിന്ന് ഇങ്ങോട്ട് പോകും തോറും വേവ് ലെങ്ത് കൂടും. അപ്പോൾ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത് ഇതിനാണ്, റേഡിയോ വേവ്സിനാണ്. ആ ഒരു കാര്യം നന്നായിട്ട് പഠിക്കുക. വേവ് ലെങ്ത് കുറവ് ഗാമയ്ക്കാണെങ്കിൽ വേവ് ലെങ്ത് കൂടുതൽ റേഡിയോ വേവ്സിനായിരിക്കും. ഇനി എനർജിയുടെ അടിസ്ഥാനത്തിൽ തിരിക്കാൻ പറഞ്ഞാൽ ഹയസ്റ്റ് എനർജി വരുന്നത് ഏതിനാണ്? ഗാമ റേസിനാണ്. ഏതിനാണോ വേവ് ലെങ്ത് കുറവുള്ളത് അതിനാണ് ഹയസ്റ്റ് എനർജി വരുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഹയസ്റ്റ് എനർജി ഏതാണെന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ എനർജിയുടെ അടിസ്ഥാനത്തിൽ അസെൻഡിങ് ആവാം ഡിസെൻഡിങ് ആവാം തരംതിരിക്കാൻ പറയും. അപ്പോൾ ഹയസ്റ്റ് എനർജി ഗാമ റേസിനും ലോവസ്റ്റ് എനർജി റേഡിയോ വേവ്സിനാണ്. ഇനി വേറൊരു രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണോ ഗാമ റേക്കാണോ എനർജി കൂടുതൽ? നമുക്കറിയാം ഗാമ റേ. ഇനി എക്സ്റേസിനാണോ അൾട്രാവയലറ്റിനാണോ എനർജി കൂടുതൽ? ഇങ്ങോട്ട് പോകുന്തോറും എനർജി കൂടുക ചെയ്യുന്നത്. അപ്പോൾ എക്സ്റേസിനാണ് അൾട്രാവയലറ്റിനേക്കാളും എനർജി കൂടുതൽ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.